പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരാളും കൈവയ്ക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ്. ആരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല. ഇപ്പോ കേരളത്തിലെ പ്രബുദ്ധ മതേതരന്മാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് സാവർക്കറാണല്ലോ. ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം അതിൽ കയറി പിടിച്ചിട്ടാണ് അന്തംഗമ്മികളും സുഡാപ്പികളും പിന്നെ കേരളത്തിൽ ഒരു നിലപാടും പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട് കൊടുക്കുന്ന നമ്മുടെ കോൺഗ്രസ്സുകാർ. ആ ചാനലെല്ലാം കയറി ഇറങ്ങി ചന്ദ്രഹാസം നടക്കുന്നത് ഈ സാവർക്കറിന്റെ വിഷയത്തിലാണ്. കേരളത്തിൽ ഇരുന്ന് സാവർക്കറിനെ ചീത്ത വിളിക്കാനായിട്ട് ചാനൽ കയറി ഇറങ്ങുന്ന ഈ കോൺഗ്രസ്സുകാർക്ക് വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി സാവർക്കർ ചെരുപ്പ് നോക്കിയാണെന്ന് പറയാനായിട്ട് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇവരുടെ തന്നെ ഇന്ത്യ മുന്നണിയിലെ കൂട്ടുകാരനാണല്ലോ ഉദ്ധവ് ഠാക്കറെ. ഉദ്ധവ് ഠാക്കറയുടെ മഹാരാഷ്ട്രയിൽ പോയി സാവർക്കറിനെ ആക്ഷേപിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് നട്ടലുണ്ടാവും? രാഹുൽ ഗാന്ധിക്ക് പോലും ഉണ്ടാവില്ല. ഇവിടെ കേരളത്തിലെ കുറെ സുഡാപ്പികളെ പറ്റിക്കാൻ, അങ്ങനെ സൂചിപ്പിച്ച് അവർക്ക് അധികാരത്തിലിരിക്കാൻ വേണ്ടി അവരിങ്ങനെ തള്ളിമറിക്കും എന്നുള്ളതേ ഉള്ളൂ. സാവർക്കർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുപണി ചെയ്തു. സാവർക്കർ ബ്രിട്ടീഷുകാരുടെ പെൻഷൻ വാങ്ങി. പിന്നെന്താണ്, സാവർക്കർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു. ഇതെല്ലാം അല്ലേ പ്രബുദ്ധ മതേതര ജനാധിപത്യ വർഗ ബഹുജന ഉടായ്പുകാരുടെ സാവർക്കറുമായിട്ടുള്ള പ്രശ്നം? ഇവർക്ക് ഇതൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ സാവർക്കറെ പറ്റി പറയാനായിട്ട് നമ്മുടെ മതേതരന്മാർക്ക് 100 നാവാണ്. പക്ഷേ സാവർക്കർ ചെയ്തു എന്ന് പറയുന്ന ഈ പണികളുണ്ടല്ലോ, ഇതെല്ലാം കൂറിയും കുറഞ്ഞും എല്ലാം ഉള്ള വ്യത്യസ്തമായ അളവുകളിൽ ചെയ്ത വേറൊരു പുള്ളിക്കാരൻ ഇപ്പോഴും വളരെ മാന്യനായിട്ട് നടക്കുന്നുണ്ട്, വളരെ ഡീസന്റ് ആയിട്ട് നടക്കുന്നുണ്ട്, എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. പക്ഷെ ഒറ്റ ഒരുത്തനും അംബേദ്കർ ചെയ്ത ഈ കാര്യങ്ങളെ കുറിച്ച് വിളിച്ചു പറയാനുള്ള നട്ടലില്ല. അംബേദ്കറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സാവർക്കറിലേക്ക് തന്നെ തിരിച്ചു പോകാം. കാരണം ഈ ഇസ്ലാമോ ലെഫ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റം നിങ്ങളോട് പറയുന്നത് പോലെ സാവർക്കർ ഒരു രാജ്യദ്രോഹിയായിരുന്നു എന്ന് നിഷ്പക്ഷമായിട്ട് ഈ ചരിത്രം വായിക്കുന്നവർക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സാവർക്കർ എന്ന് പറയുന്നത് ഒരു 2 വശമുള്ള നാണയമാണ്. അതിൽ ആദ്യത്തെ വശം എന്ന് പറയുന്നത് ധീരനായ, പോരാളിയായ, ചങ്കൂറ്റമുള്ള ഒരു രാജ്യസ്നേഹിയുടെ തന്നെയാണ്. ആരൊക്കെ അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ബ്രിട്ടനിൽ പോയി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ അധികം പേര് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഗാന്ധിജിയും നെഹ്റുവും ജിന്നയും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഡോക്ടർ അംബേദ്കറും എല്ലാം ബ്രിട്ടനിൽ പോയിരുന്നു. എന്തിനാ? അവിടെ പഠിച്ച് ഡിഗ്രി വാങ്ങാൻ വേണ്ടി പോയതാ. സാവർക്കറും പഠിക്കാൻ വേണ്ടി തന്നെ പോയതാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വന്തം കാര്യം മറന്നിട്ട് അതിനേക്കാൾ മുകളിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി. അങ്ങനെയുള്ള ഒരു രാജ്യസ്നേഹിയായിരുന്നു സാവർക്കർ. പിന്നെ വേറൊരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഈ സാവർക്കറുടെ സാഹസം എത്രമാത്രം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ള തടവുകാരെ പാർപ്പിച്ചിരുന്ന സെല്ലുലാർ ജയിലിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി തള്ളിയത്. അവിടെ വർഷങ്ങളോളം ഏകാന്ത തടവാണ് സാവർക്കർ അവിടെ അനുഭവിച്ചത്. 9 വർഷത്തോളമാണ് അവിടെ തടവുകാരനായിട്ട് സാവർക്കർ ഉണ്ടായിരുന്നത്. അവിടുത്തെ യാതനകളും അവിടുത്തെ ക്രൂരതകളും എല്ലാം സമാനതകളില്ലാത്തതായിരുന്നു. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നെ മാപ്പ് എഴുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്രയും വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് സാവർക്കർ തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നത്. പക്ഷേ ഈ സുഡാപ്പികളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള കാണ്ടാമൃഗങ്ങൾക്ക് എസ്.എ. ഡാങ്കെ എന്ന് പറയുന്ന മാന്യന്റെ കഥ അറിയാഞ്ഞിട്ടല്ലോ, ഇതെല്ലാം മറച്ചു വെക്കുന്നതല്ലേ. എസ്.എ. ഡാങ്കെ എന്ന് പറയുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്ത കമ്മി, അങ്ങനെയാണ് മൂപ്പരെ വിളിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് ഈ നമ്മുടെ ഡാങ്കെയാണ്. അങ്ങേര് പണ്ട് കാൺപൂരില് ബോൾഷെവിക് ഗൂഢാലോചന കേസ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ബോൾഷെവിക് ഗൂഢാലോചന കേസിൽ അകത്തായപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എഴുതിയ മാപ്പല്ല പിന്നെന്താ, പ്രണയലേഖനമായിരുന്നു. അല്ലെങ്കിൽ തന്നെ സാവർക്കർ ഷൂ നക്കി എന്ന് വിളിക്കാനായിട്ട് ഈ ജോൺ ബ്രിട്ടാസിന് എന്താണ് അധികാരം? എടാ, ഈ ജോൺ ബ്രിട്ടാസ് പിണറായി വിജയന്റെ ഷൂ നക്കിയിട്ടുള്ള അത്രയും ആത്മാർത്ഥമായിട്ട് സാവർക്കർ എന്നല്ല, പിണറായി വിജയന്റെ വീട്ടിലെ വളർത്തുനായ പോലും നക്കിയിട്ടുണ്ടാവില്ല. പിണറായി വിജയന്റെ ഷൂ നക്കിയതിന് പാരിതോഷികമായിട്ട് കിട്ടിയ രാജ്യസഭയിൽ ഇരുന്നിട്ട് സാവർക്കറെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ ബ്രിട്ടാസിന്റെ ഹിപ്പോക്രസി നിങ്ങൾ കാണാതെ പോകരുത്. പക്ഷേ ഇതിനൊരു മറുവശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും ഞാൻ മറച്ചു വെക്കുന്നില്ല. അതും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആൻഡമാനിൽ നിന്ന് ജയിലിൽ നിന്ന് പോയിട്ട് 1924 വരെ അദ്ദേഹം രത്നഗിരിയിൽ വീട്ടുതടങ്കലിലായിരുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രം, ആൻഡമാനിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സാവർക്കർ പഴയ സാവർക്കർ ആയിരുന്നില്ല എന്നുള്ള ചരിത്രവും നമ്മൾ തമസ്കരിച്ചിട്ട് കാര്യമില്ല. അതിനിടയിൽ പിന്നെ ഗാന്ധിവധം വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ധാരാളം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സാവർക്കറിന്റെ ഈ 2 വശങ്ങളില് ഒന്നിനെയും നമ്മൾ റദ്ദാക്കുന്നത് ശരിയല്ല. 1911 വരെ അദ്ദേഹം ചെയ്ത
മഹത്തായ സേവനങ്ങളും 1911 മുതൽ 24 വരെ അദ്ദേഹം അനുഭവിച്ച നരകയാതനയും ഒന്നും നമുക്ക് റദ്ദാക്കി കളയാൻ സാധിക്കില്ല. അപ്പോ ആ ഒരു തിരിച്ചറിവോടുകൂടി വേണം സാവർക്കറെ സമീപിക്കാനായിട്ട്. മാന്യന്മാർ ചെയ്യുന്ന പണി അങ്ങനെയാണ്. സാവർക്കറെ വായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കെല്ലാം അവരവരുടേതായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയമായ മഹാനായ ഡോക്ടർ BR അംബേദ്കറിലേക്ക് വരാം. ഇന്നത്തെ ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കർ ഒരു വിശുദ്ധ പശുവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അംബേദ്കറെ വിമർശിക്കാനായിട്ട് ധൈര്യമുള്ള ഒരൊറ്റ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ നിരീക്ഷകനോ ഇന്ന് ഈ നാട്ടിലില്ല. സ്കൂളിൽ നമ്മളെല്ലാം പഠിച്ചത് എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നായിരുന്നല്ലോ. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും തിലകന്റെയും ഭഗത് സിംഗിന്റെയും സരോജിനി നായിഡുവിന്റെയും ആനി ബസന്റിന്റെ എല്ലാ ചിത്രങ്ങളുടെ ഇടയിലായിരുന്നു അംബേദ്കറുടെ ചിത്രത്തിന്റെ സ്ഥാനം നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ അംബേദ്കർക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ട് പുലബന്ധമില്ലായിരുന്നു എന്നുള്ള വാസ്തവം കാലാകാലങ്ങളായിട്ട് ഈ മതേതര പുരോഗമന സർക്കാരുകൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. അധസ്ഥിത സമൂഹത്തിന് വേണ്ടി നടത്തിയ അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകളെ ഒന്നും നമുക്ക് നെഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല, തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല, അല്ലെ? അധസ്ഥിത വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവർക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും സമൂഹത്തിലെ തൊട്ടുകൂടായ്മ ഉൾപ്പെടെയുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കാനായിട്ടും പിന്നെ ദളിതർക്ക് വേണ്ട പൊളിറ്റിക്കൽ സേഫ് ഗാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള സംവരണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭരണഘടനയ്ക്കകത്ത് തന്നെ അതിനുവേണ്ട പ്രൊവിഷൻസ് എല്ലാം കൊടുക്കാനായിട്ടും എല്ലാം അംബേദ്കർ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിയ ആളാണ്. നമുക്കതിനൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ വിമർശനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഒരു സ്വദേശി സർക്കാർ വരുന്നതിനേക്കാൾ, അതായത് ഇന്ത്യക്കാരുടെ സർക്കാർ വരുന്നതിനേക്കാൾ നല്ലത് ദളിതർക്ക് കിട്ടാനുള്ളത് വാങ്ങിയെടുത്ത് ബ്രിട്ടീഷുകാർക്ക് ഒത്താശയം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ആളായിട്ട് ജീവിക്കുക. ദളിതർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, ഇന്ത്യക്കാർ ഭരിക്കുന്നതിനേക്കാൾ ഭേദം എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു അംബേദ്കർ. ഈ ചിന്തയിൽ രാജ്യദ്രോഹമില്ലേ? അതോ ഇനി അതും രാജ്യസ്നേഹമാണോ? എനിക്കറിയില്ല. അപ്പൊ ഈ ബ്രിട്ടാസിനെ പോലെ വോട്ടിന് വേണ്ടി എന്ത് വൃത്തികേടും പറയാനായിട്ട് ഒരു മടിയില്ലാത്ത അവസരവാദി രാജ്യദ്രോഹി രാഷ്ട്രീയക്കാര് അംബേദ്കർ ഒരു വിശുദ്ധ ബിംബമായിട്ട് മാറ്റുകയും അദ്ദേഹം ചെയ്ത പൊറുക്കാനാവാത്ത രാജ്യവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും തമസ്കരിക്കുകയും ചെയ്യുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഇനി ഈ അന്തംഗമ്മികൾ ചാനൽ ചർച്ചകളിലൂടെ ഉയർത്തിവരുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ സ്വാതന്ത്ര്യ സമരകാലത്ത് എത്ര RSSകാർ ജയിലിൽ പോയി, അല്ലെങ്കിൽ RSSകാർ എത്ര ദിവസം ജയിലിൽ കിടന്നു, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെയാണല്ലോ. ഇന്ത്യ ഗേറ്റിൽ എത്ര RSSകാരുടെ പേരുണ്ടെന്നും ഭൂതക്കണ്ണാടി വെച്ച് നോക്കാനായിട്ട് പോയ അന്തംഗമ്മികളുള്ള നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരാരെങ്കിലും നമ്മുടെ അംബേദ്കർ സ്വാതന്ത്ര്യ സമര കാലത്ത് എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അവർ ചോദിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ അതേ ഭയം. അംബേദ്കർ ജയിലിൽ കിടന്ന ദിവസങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. ഒരൊറ്റ ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും അംബേദ്കർ ജയിലിൽ പോയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു വിധത്തിലും ബ്രിട്ടീഷുകാർക്ക് അസ്വീകാര്യനായിരുന്നില്ല എന്നുള്ള കാര്യം തെളിവുകൾ സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വയ്ക്കാം. ഇനി ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നടന്ന പല പുരോഗമന സമരങ്ങളുണ്ടല്ലോ. CAA വിരുദ്ധ സമരം, കാശ്മീരിൽ 307 ആളുകൾ 370 തിരിച്ചു കൊണ്ടുവരണം, പുനഃസ്ഥാപിക്കണം എന്നുള്ള സമരം, പിന്നെ ജിഹാദികളുടെ ടുക്കഡേ സമരം, ഡൽഹിയിലെ പാറ്റ സമരം, ഇങ്ങനെയുള്ള സർവ്വരാജ്യവിരുദ്ധ സമരങ്ങളിലെല്ലാം ഗാന്ധിജിക്കൊപ്പമോ അല്ലെങ്കിൽ ഗാന്ധിജിയേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലോ പിടിച്ചിരുന്ന അംബേദ്കറുടെ ചിത്രമാണ്, അല്ലെ? അംബേദ്കറുടെ പ്ലേ കാർഡും അതുപോലെ ഫ്ലെക്സും എല്ലാം വെച്ചിട്ടാണ് ഇവർ സമയം. എന്താണ് കാരണം? അതിനുള്ള കാരണം വളരെ നിസ്സാരമാണ്. അംബേദ്കറുടെ ജീവിതവും അദ്ദേഹത്തിന്റെ എഴുത്തും ചിന്തകളും എല്ലാം ഇന്ത്യ വിരുദ്ധതയ്ക്കും ഹിന്ദു വിരുദ്ധതയ്ക്കും ഒരുപോലെ ഉപകരിക്കും, ഒരുപോലെ വളമാവും എന്നുള്ള കാര്യം ഈ രാജ്യവിരുദ്ധ പ്രക്ഷോഭക്കാർക്കെല്ലാം അറിയാം. അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ സമരത്തോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്തെ അംബേദ്കർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു. ഡോക്ടർ അംബേദ്കറുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗാന്ധി വിരുദ്ധത. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഭാവി ഇന്ത്യയിൽ ഈ പാവങ്ങളുടെ മിശിഹ എന്ന് പറയുന്ന ഒരു ഇമേജ് അത് ഗാന്ധിജിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ തന്റെ ഇമേജ് ഗാന്ധിജി അടിച്ചു മാറ്റുമോ എന്നുള്ളൊരു പ്രശ്നം, ഒരു ചിന്ത, ഒരു കോംപ്ലക്സ് ഡോക്ടർ അംബേദ്കർക്കുണ്ടായിരുന്നു. ഓരെങ്കിൽ താൻ ഒരു സനാതനി ഹിന്ദുവാണ് എന്ന് ഗാന്ധിജി പരസ്യമായി പ്രഖ്യാപിച്ചതും അംബേദ്കറെ ചെറുതൊന്നുമല്ല, കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞു. ഇതൊരു കാരണം മാത്രമാണ്. രണ്ടാമതൊരു കാരണം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഒരു തന്ത്രമാണ് ഇന്ത്യക്കാർക്കെതിരെ ഈ വിഭജിക്കുന്ന അല്ലെങ്കിൽ തിരിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന കലാപരിപാടി. നിങ്ങൾക്കറിയാമല്ലോ, പലപ്പോഴും ബ്രിട്ടീഷുകാർ ചെയ്തില്ല, ചിലപ്പോൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കും, ചിലപ്പോൾ ഹിന്ദുക്കൾക്കുള്ളിലെ ആളുകളെ തമ്മിലടിപ്പിക്കും. ഇതായിരുന്നു. അപ്പൊ ഈ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തെ തകർക്കാൻ വേണ്ടി അംബേദ്കറെ ചാക്കിട്ട് പിടിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സുഖിപ്പിക്കാൻ,
അങ്ങനെ ഈ ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഇതിനിടയിൽ ഭിന്നത ഉണ്ടാക്കുക, അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ അംബേദ്കറെ തന്നെ രംഗത്തിറക്കുക. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പരിപാടി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാര് ഈ സമയത്ത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ സമയത്താണ്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ടാണ്, ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പായിട്ടാണ് വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്ന ഉന്നതമായിട്ടുള്ള ഭരണ സംവിധാനത്തിലെ ഒരു ബോഡിയാണ് അതിലേക്ക് ഡോക്ടർ അംബേദ്കറെ ക്ഷണിക്കുന്നത്. നമ്മുടെ മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ ഉൾപ്പെടെ ചിലരെല്ലാം ഒരു കാലത്ത് ഇതിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി വൈസ്രോയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുക, നയരൂപീകരണത്തിൽ ശുപാർശകൾ ചെയ്യുക, ഉപദേശം നൽകുക, ഇതൊക്കെയാണ് ഈ കൗൺസിൽ അംഗങ്ങളുടെ ജോലി. അതായത് ഇന്ത്യക്കാരെ എങ്ങനെ ഭരിക്കണം, ഇന്ത്യ രാജ്യത്തെ അടിമയാക്കി എങ്ങനെയെല്ലാം വച്ചുകൊണ്ടിരിക്കാം എന്ന് ബ്രിട്ടീഷ് സർക്കാരിനെ ഉപദേശിക്കുക. ഇതായിരുന്നു ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവരുടെ പണി. ബ്രിട്ടീഷുകാരുടെ പ്രതീക്ഷ തെറ്റിയില്ല. അംബേദ്കർ സന്തോഷത്തോടുകൂടി ആ പൊസിഷൻ സ്വീകരിച്ചു. എന്നിട്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ നാവായിട്ടാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുടനീളം ഡോക്ടർ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പി പ്രവർത്തിച്ചത്. ഇവിടെയും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിനോട് 100%, 99 പോരാ, 100% കൂറ് പുലർത്തുന്നവർക്ക് മാത്രമാണ് ഈ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഉള്ള നിയമനം കിട്ടുക, അല്ലെ? ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനത്തിനുള്ളിലിരുന്ന് പാര വയ്ക്കുന്നവരെ അവരടിപ്പിക്കില്ല. അത്രയും കാലം ബ്രിട്ടീഷുകാരോട് 100% കൂറ് പുലർത്തിയവർക്ക് മാത്രമേ അത് കിട്ടൂ. അതിനുള്ള ഒരു അംഗീകാരമായിരുന്നു, അതിനുള്ള ഒരു സമ്മാനമായിരുന്നു ഈ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അദ്ദേഹത്തിന് നിയമനം കൊടുത്തത്. അപ്പൊ ഇതാണോ എന്റെ അംബേദ്കറെ ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ട പണി എന്ന് ഏതെങ്കിലും ഒരു മതേതര പുരോഗമന ലെഫ്റ്റ് ജിഹാദി രാജ്യദ്രോഹി ആരെങ്കിലും ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചോദിക്കില്ല. ഇനി നമ്മുടെ കമ്മി ജിഹാദികൾക്ക് സാവർക്കറോടുള്ള അടുത്ത പരാതി എന്താ? സാവർക്കർ പ്രതിമാസം 60 രൂപയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പെൻഷൻ വാങ്ങിയത്, അല്ലെ? സത്യമാണ്, സാവർക്കർ 60 രൂപ വെച്ച് പ്രതിമാസം പെൻഷൻ വാങ്ങിയിരുന്നു. പക്ഷേ 1942 മാസം 5500 രൂപ മാസം ബ്രിട്ടീഷ് സർക്കാരിന്റെ ശമ്പളം വാങ്ങിയിരുന്ന ഒരു രാജ്യസ്നേഹിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മതേതരന്മാർക്ക് പറയാനായിട്ട് പേര് പറയാൻ നാവ് പൊന്തില്ല. ആ പേരാണ് ബാബാ സാഹബ് അംബേദ്കർ. ഈ സാവർക്കർ വെറും 60 രൂപയാണ് മാസം വാങ്ങിയത്. അതിനുവേണ്ടി ഒരു പണി അങ്ങേരെടുത്തിട്ടില്ല. വെറുതെ പെൻഷനും വാങ്ങി വീട്ടിൽ ഇരുന്നേ ഉള്ളൂ, അല്ലെ? അരി വാങ്ങാൻ വേണ്ടി പെൻഷൻ വാങ്ങിയതാ സാവർക്കർ, മാസം 60 രൂപ. അതിനാണ് സാവർക്കറുടെ ഗളച്ഛേദം ചെയ്യാനായിട്ട് ബ്രിട്ടാസിനെ പോലെയുള്ള വ്യാജ മതേതരന്മാർ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇരുന്ന് ജനിച്ച നാടിനെ എങ്ങനെ അടിമയാക്കി വച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഉപദേശം സായിപ്പിന് കൊടുത്തത് അംബേദ്കർ വാങ്ങിക്കൊണ്ടിരുന്നത് പ്രതിമാസം 5500 രൂപ വീതമാണ്. അപ്പൊ 60 രൂപ വാങ്ങി വെറുതെ ഇരുന്ന സാവർക്കർ രാജ്യദ്രോഹിയാവുന്നു, ഷൂനൊക്കെയാവുന്നു. പക്ഷെ 5500 രൂപ മാസം വാങ്ങി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാസം മുഴുവൻ പണിയെടുത്ത അംബേദ്കർ രാജ്യസ്നേഹിയാവുന്നു. ഇതിനേക്കാൾ വലിയ പുരോഗമന ജനാധിപത്യ മതേതര വർഗ ബഹുജന ഉഡായിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സംഭവം ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംഖ്യയാവും. അതുകൊണ്ട് ആരും മിണ്ടില്ല. തീർന്നില്ല. ബ്രിട്ടീഷുകാരുടെ ശമ്പളം പറ്റി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പാരപണിയാനായിട്ട് അംബേദ്കർ കണ്ടെത്തിയ മറ്റൊരു കാരണം കൂടെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബ്രിട്ടീഷ് വിധേയത്വമാണോ അതോ ബ്രിട്ടീഷ് വിരുദ്ധതയാണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തിന്റെ ടൈമിംഗ് ശരിയായില്ല. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ടൈമിംഗ് ശരിയായില്ല. ബ്രിട്ടീഷുകാർ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, 2ാം ലോക മഹായുദ്ധത്തിൽ ആക്സിസ് പവേഴ്സ്, അതായത് ഇറ്റലി, ജപ്പാൻ, ജർമ്മനി, ഇവർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുക ബ്രിട്ടൻ. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ കൃത്യമായിട്ട് ബ്രിട്ടനെ തകർക്കാനായിട്ട് ഗാന്ധിജി കണ്ടെത്തിയ വഴിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞ രാജ്യസ്നേഹിയുടെ പേരാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം പരസ്യമായിട്ട്, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണെന്നേ, ആരും നിങ്ങളോട് പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറയുകയും അങ്ങനെ ബ്രിട്ടീഷുകാരെ സൂചിപ്പിക്കുകയും ചെയ്തവർ അംബേദ്കറെ പറ്റി ഏതെങ്കിലും ഒരു ചരിത്രകാരനോ ചരിത്രകാരിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിലും ഉണ്ടല്ലോ കുറെ ദളിത് വിമോചന മുന്നണിക്കാര്, അല്ലെ? ദളിത് വിമോചനം എന്ത് കണ്ടു കഴിഞ്ഞാലും അവിടെ സവർണ ഫാഷിസമൊക്കെ കാണുന്ന അംബേദ്കറിനെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ പശുവായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ബിംബമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരാരെങ്കിലും ഈ ചരിത്രം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അംബേദ്കർ 1 അല്ല 2 അല്ല 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, അല്ലെ? ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ചെന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഈ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരോട് നടത്തിയ ക്രൂരതകളെ പറ്റിയോ കാമ എന്നൊരക്ഷരം അംബേദ്കർ മിണ്ടിയിട്ടുണ്ടോ? ഈ ദളിത് ഈ ഒരു വിഷയം മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധത, അതിനെതിരെയും ബ്രിട്ടനിൽ പോയിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വതന്ത്രയാവുന്നതിനേക്കാൾ ഭേദം ബ്രിട്ടീഷ് രാജാവ് ഭരിക്കുന്നത് തന്നെയാണ്.
ഇത് തന്നെയായിരുന്നു അംബേദ്കറിന്റെ നിലപാട്. കോൺഗ്രസിനെയും നെഹ്റുവിനെയും ഗാന്ധിയും ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവരെല്ലാം സവർണ ഫാഷിസ്റ്റ് മൂരാച്ചികളാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ദളിതരെ ബ്രിട്ടീഷ് രാജാവ് തന്നെ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു അംബേദ്കറുടെ ലൈൻ. ഗാന്ധിജി ആണെങ്കിൽ അഹിംസ വിട്ടിട്ട് ഒരു കളിയില്ലായിരുന്നു. നെഹ്റുവിനാണെങ്കിൽ പൂർണ്ണ സ്വരാജ് ആയിരുന്നു നെഹ്റുവിന്റെ ലക്ഷ്യം. ഒരു ഘട്ടത്തിൽ ഗാന്ധിജി വരെ സമ്മതിച്ചതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി, തൽക്കാലം ഡൊമിനിയൻ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ്. പക്ഷെ നെഹ്റു ആണ് പറഞ്ഞ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, പൂർണ്ണ സ്വരാജിൽ കുറഞ്ഞ ഒരു നിലപാടും നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ള, അത് അടിമത്തമാണ് എന്ന് പറഞ്ഞ നെഹ്റുവാണ്. പക്ഷേ നമ്മുടെ അംബേദ്കറിന് അങ്ങനെയുള്ള തത്വശാസ്ത്രമോ ഒന്നും ബാധകമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കാർ ഭരിക്കുന്നതിനേക്കാൾ നല്ലത് ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ്. കാരണം ഇന്ത്യക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ മുഴുവൻ സവർണ മൂരാച്ചികളാണ്. ഇന്ത്യക്കാർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സവർണ ബ്രാഹ്മണ്യമായിരിക്കും ഭരിക്കുന്ന, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനം എന്നൊക്കെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. പക്ഷേ ഈ രാജ്യത്തെക്കാൾ വലുത് ജാതിയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെക്കാൾ വലുത് ദളിതന്റെ ക്ഷേമമാണ് എന്നൊക്കെ പറയുന്ന വാദത്തോടൊന്നും എനിക്ക് യോജിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ള മതമാണ് 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 എല്ലാം എന്ന് പറയുന്നത് പോലെ തന്നെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ജാതിയാണ് സർവസ്വം എന്നുള്ള ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതാണ് എന്റെ നിലപാട്. അദ്ദേഹത്തെ നയിച്ചിരുന്ന വികാരം എന്ന് പറയുന്നത് ജാതി ആയിരുന്നത് കൊണ്ട് തന്നെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനായിട്ട് അംബേദ്കർ ഏതൊരു ഇന്ത്യ വിരുദ്ധന്റെയും അല്ലെങ്കിൽ ഏതൊരു രാജ്യദ്രോഹിയുടെ പിന്തുണ തേടും എന്നുള്ളതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞതാണ്. അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ സമിതി, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് അംഗമാവുന്നതെന്ന് 1946 ജൂലൈ മാസത്തിലാണ് അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമാക്കുന്നത്, അല്ലെ, തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചിട്ട്. ആ 1947 ജൂലൈ എന്ന് പറയുന്ന ആ ഒരു മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 1946 രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടി രണ്ട് തുണ്ടമാക്കാൻ വേണ്ടി മുസ്ലിം ലീഗും ജിന്നയും ആയുധമെടുക്കുന്നു. ഇപ്പൊ 80 വർഷം തികയാണ് ഈ മാസം. ഈ 1946 ഓഗസ്റ്റില് ജിന്നയുടെ നേതൃത്വത്തിൽ ഡയറക്റ്റ് ആക്ഷന് ആഹ്വാനം കൊടുത്ത് കശ്മീരല്ല, പഞ്ചാബിലെയും ബംഗാളിലെയും ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും തലയറുത്തതിന് 80 വർഷം തികയാണ് ഈ മാസം. കാഫിറുകളുടെ തലയറക്കാനായിട്ട് ജിന്ന ആഹ്വാനം ചെയ്ത ആ 1946 ഓഗസ്റ്റിന് വെറും ഒരു മാസം മുമ്പാണ് അതേ ജിന്നയുടെ പിന്തുണയോടുകൂടി അംബേദ്കർ ഭരണഘടന അസംബ്ലി തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. നോക്കൂ, എത്ര വലിയ ക്രൂരതയാണെന്ന് നോക്കൂ. ഈ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും തല വഴി കിടന്ന് ഉരുണ്ട അതേ ബംഗാളിൽ നിന്ന് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാനായിട്ട് അംബേദ്കർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് തന്നെ ഡോക്ടർ അംബേദ്കർ എത്രമാത്രം ഹിന്ദു വിരുദ്ധനായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം അത്. മറ്റാരെങ്കിലും ആണെങ്കിൽ നമുക്ക് സ്വാർത്ഥൻ, രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഡോക്ടർ അംബേദ്കറിനെ അങ്ങനെ വിളിച്ചാൽ ഈ നാട്ടിലെ ഈ പറയുന്ന പുരോഗമനവാദികൾ സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ രാജ്യസ്നേഹി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിന് ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നു എന്നൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, അല്ലെ? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന്, അദ്ദേഹം ഹിന്ദു വിരുദ്ധനായിരുന്നു. ഹിന്ദുക്കളെ കശാപ്പ് ചെയ്ത കശാപ്പുകാരുടെ സഹായം വാങ്ങി തിരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. യാതൊരു തടസ്സവും ധാർമ്മികതയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മലബാറിലെ ഹിന്ദു വംശഹത്യയെ അംബേദ്കർ തള്ളിപ്പറഞ്ഞിരുന്നു, സത്യമാണ്. പക്ഷെ അത് ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. ഗാന്ധിജിക്ക് ഇട്ടൊരു അടി കൊടുക്കാനായിട്ട് കിട്ടിയ വടിയായിരുന്നു. അതൊരു അങ്ങേരങ്ങ് ഉപയോഗിച്ചു. ഹിന്ദുക്കളെ ചീത്ത വിളിക്കുന്നവരാരായാലും നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ ഇടത് ജിഹാദികൾ അവരെ ചേർത്ത് പിടിക്കും. ഹിന്ദുക്കളെ ചീത്ത വിളിച്ചാൽ മതി. ഇനി ഇവരുടെ അംബേദ്കർ പ്രേമത്തിന്റെ രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കളെ ചീത്ത വിളിച്ചു, ഹിന്ദുമതം നശിക്കണം, ഹിന്ദുമതമാണ് ഇവിടുത്തെ വിഷം. ഇപ്പോഴത്തെ ഈ തമിഴ്നാട്ടിൽ കേൾക്കുന്ന ചില പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിന്ദുമതം വൈറസ് ആണ്, എയ്ഡ്സ് ആണ്, കുഷ്ഠരോഗമാണ്. അതിന്റെ എല്ലാം ബീജം ഇട്ടുകൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിലെല്ലാം വിത്തുപാകിയ അംബേദ്കർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇടത് ജിഹാദികൾ ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. ഇനി ഇവരുടെ അംബേദ്കർ പ്രേമത്തിന്റെ രണ്ടാമത്തെ കാരണം പറയാം. സ്വാതന്ത്ര്യ സമരത്തോട് ഈ ഇടത് ജിഹാദികൾ, ഈ ഇടതന്മാരും അതുപോലെ ജിഹാദികളും സ്വീകരിച്ച അതേ നയമായിരുന്നു അംബേദ്കറും സ്വീകരിച്ചതെന്ന് ഇപ്പൊ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ഹിന്ദു അതുപോലെ ഇന്ത്യ, ഈ രണ്ട് വിഷയങ്ങളിലും ഇടത് ജിഹാദികളും അംബേദ്കറും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവർ ഒരേ തൂവൽ പക്ഷികളായിരുന്നു എന്ന് ചരിത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതൊക്കെ പറഞ്ഞ കുറച്ച് വൈറ്റ് വാഷ് ബുദ്ധിജീവികളുണ്ട്. അവർ ഝാൻസി റാണിമാരെ പോലെ വലിയ പൊട്ടൊക്കെ തൊട്ട് ഇറങ്ങി വരും, എന്നിട്ട് വാളും പരിചയമൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ തല കൊയ്യാനായിട്ട്, അല്ലെ? ഞങ്ങൾ അംബേദ്കറിച്ച് ഒരു ജ്ഞാന സമൂഹമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് തള്ളിമറിക്കുന്ന കുറെ എപ്പോളജിസ്റ്റുകളുണ്ട്. അവരുടെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്കറിയോ? തങ്ങൾക്ക് സുഖകരമല്ലാത്ത ചരിത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നുള്ളതിനെ പറ്റി ഈ യൂട്യൂബ് ചാനലുകളിൽ പോയി തള്ളിമറിക്കുന്ന ഇവരുടെ എല്ലാം മനസ്സിലുള്ളത് ഈ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്ന കുറെ രാജ്യദ്രോഹികളുണ്ടല്ലോ,
ഇവരുടെ അതേ മൈൻഡ് സെറ്റാണ്. അരുന്ധതി റോയി, അതുപോലെ പ്രൊഫസർ നിവേദിത മേനോനും ഒക്കെ ഉണ്ട്. അവരുടെ ഒരേ മൈൻഡ് സെറ്റാണ് ഇവർക്ക്. നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഒരിക്കൽ സണ്ണി കബിക്കാടിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഏതോ ഒരു വേദിയിൽ വെച്ച്, നിങ്ങൾ അംബേദ്കറുടെ ഇസ്ലാമിനെ പറ്റിയുള്ള നിരീക്ഷണങ്ങൾ ചർച്ചയാക്കാത്തതിന്റെ കാരണം എന്താ എന്ന് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുമ്പോൾ സണ്ണി കബിക്കാട് പറയുന്ന മറുപടി എന്താണെന്ന് അറിയാം. ആദ്യം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ശരിയാണ്, ഹിന്ദുവിനെ പറ്റി അംബേദ്കർ പറഞ്ഞ ചീത്തയും അംബേദ്കർ പറഞ്ഞ അപഹാസ്യമായ അല്ലെങ്കിൽ അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള വാക്കുകളും എല്ലാം പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുക. ഇസ്ലാമിനെ പറ്റി പറഞ്ഞ് വീടിനുള്ളിൽ വാതിലടച്ച് ഇനി അതും പോരെങ്കിൽ കക്കൂസിനുള്ളിൽ കയറിയിരുന്നു മാത്രമേ ചർച്ച ചെയ്യാവൂ. കാരണം അത് അത്ര വലിയ നാറ്റക്കേസാണ്, പുറത്തു പറയാൻ കൊള്ളില്ല ഇസ്ലാമിനെ പറ്റി പറഞ്ഞ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, സംഘപരിവാറിന്റെ കുഴപ്പങ്ങൾ മാത്രം കണ്ടെത്തുന്ന RSSകാർ എത്ര ദിവസം ജയിലിൽ കിടന്നു, സാവർക്കർ എത്ര പെൻഷൻ വാങ്ങി, ഇത് മാത്രമേ ഇവരുടെ ദൃഷ്ടിയിൽ പതിയൂ, ഇത് മാത്രമേ ഇവർ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യൂ. പിന്നെ ഹമാസിന്റെ രാജ്യസ്നേഹം, ഇസ്ലാമിലെ മാനവികത, ഇതൊക്കെ വേറെ. അപ്പൊ ഈ ഒരു തരം പ്രത്യേകതരം കണ്ണട വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന ഇതുപോലെയുള്ള കുറെ ബുദ്ധിജീവികളുണ്ട്. ഇതാ നമ്മുടെ M സ്വരാജ്, സുനിൽ പീളയിടം, സണ്ണി കപ്പിക്കാട്, ശ്യാംകുമാർ, ഇങ്ങനെ ധാരാളം പേരുണ്ട് സോഷ്യൽ മീഡിയ പൊക്കിക്കൊണ്ട് നടക്കുന്നവര്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഹിപ്പോക്രസിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എടാ, വയലാറിന്റെ ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും ബ്രാഹ്മണ്യവും സവർണ ജാതി വെറിയും കണ്ടെത്തിയ മഹാനാണ് ഈ സണ്ണി കബിക്കാട്. അതൊക്കെ പോട്ടെ, ഈ സത്യസന്ധത ഒരൽപ്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവറ്റകളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ ഈ പുരോഗമന ജ്ഞാന സമൂഹത്തെ ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും നുണയുണ്ടോ? വസ്തുതാപരമല്ലാത്ത എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിലുണ്ടോ? അംബേദ്കർ ഹിന്ദു മതത്തെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് നിലവിളിക്കുന്ന ഇവന്മാർക്ക് അംബേദ്കർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയാനുള്ള നട്ടലുണ്ട്? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡിഫൻസ് എന്താണ്? ആദ്യത്തെ ഡിഫൻസ് ബിനോയ് നായർ സംഖ്യയാണ്. ഒരു സംഖ്യയിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാൻ, അല്ലെ? ഇതാണ് ആദ്യത്തെ ഡിഫൻസ്. അല്ലാതെ വസ്തുതകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ഇവർക്കാവില്ല. കാരണം വസ്തുതകളെല്ലാം ഇവർക്കെതിരാണ്. പിന്നെ രണ്ടാമത്തെ ഡിഫൻസ് എന്ന് പറയുന്ന, അംബേദ്കർ ഇതെല്ലാം ചെയ്തത് ഇന്ത്യ സവർണ ഹിന്ദു ബ്രാഹ്മണ്യ ഭരണത്തിൽ വരുമെന്ന് ഭയന്നിട്ടാണ്. അത് കൊള്ളാം. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുക, അവരുടെ ശമ്പളവും വീടും അലവൻസും എല്ലാം വാങ്ങി സുഖമായിട്ട് ജീവിക്കുക. അപ്പൊ ഇതാണോ രാജ്യസ്നേഹം? ശരിയാണെന്നേ, ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന പല പ്രശ്നങ്ങളുണ്ട്. അംബേദ്കറുടെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്കുള്ള കോൺട്രിബ്യൂഷൻസിനെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ അത് മാതൃരാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് എന്റെ പക്ഷം, അല്ലെ? രാജ്യത്തെക്കാൾ വലുത് ജാതിയാണെന്നൊന്നും പറഞ്ഞാൽ ബിനോയ് നായർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പിന്നെ ജിഹാദികളുടെ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ബഹുരസമാണ്. ഇസ്ലാമിലെ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇസ്ലാമിനുള്ളിലെ സാഹോദര്യം മാത്രമാണ്, ഇസ്ലാമിന് പുറത്തേക്ക് സാഹോദര്യം ഇല്ല എന്ന് പറഞ്ഞത് ആരാ? ഗോൾവൾക്കറാണോ? അതോ സാവർക്കറാണോ? അതോ അക്കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത നരേന്ദ്രമോദിയാണോ? ആരാ പറഞ്ഞത്? അംബേദ്കറാണ് പറഞ്ഞത്. Islam is a closed corporation. Brotherhood in Islam is confined to those within that corporation. എന്ന് പറഞ്ഞത് ആരാണ്? പാകിസ്ഥാനോ ദ പെറ്റീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കുടിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിം അമുസ്ലിം എന്നുള്ള ഈ വേർതിരിവിനെ പറ്റി അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്താ? അതിനെ പറ്റി അംബേദ്കറിന്റെ നിലപാട് എന്തായിരുന്നു? ഇസ്ലാം can never allow a true Muslim to adopt India as his motherland and regard a Hindu as a kith and kin എന്ന് പറഞ്ഞ അംബേദ്കറാണ്. പാകിസ്ഥാനോ ദ പെറ്റീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 325 പേജ് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. അപ്പൊ കൃത്യമായിട്ടറിയോ, യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും ഇന്ത്യയെ മാതൃരാജ്യമായി അംഗീകരിക്കാനാവില്ല, അങ്ങനെ കാണാൻ സാധിക്കില്ല. ഒരു ഹിന്ദുവിനെ അവന്റെ സ്വന്തം സഹോദരനായിട്ട് കാണാൻ അവർക്ക് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് ഓവർ നാഷണാലിറ്റി, അതായത് രാജ്യത്തെക്കാൾ വലുതാണ് മതം മുസ്ലിമുകൾക്ക് എന്ന് പറഞ്ഞത് ആരാണ്? അംബേദ്കറാണ്. ഈ വന്ദേമാതരം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോ കുറെ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെ കടന്ന് ചാടുന്ന കുറെ മതേതര മുസ്ലിമുകൾ നിങ്ങൾ കാണുന്നില്ലേ? അല്ലെ? വന്ദേമാതരം എന്ന് പറയുമ്പോൾ വല്ലാത്ത പുളച്ചിലാണ്, അവർക്ക് വല്ലാത്ത അസഹിഷ്ണുതയാണ്. അത് അംബേദ്കർ പറഞ്ഞ അതേ കാര്യത്തെ അടിവരയിടുന്ന സംഭവമാണ്. ഇന്ത്യയെ മാതൃരാജ്യമായിട്ട് കാണാൻ അവർക്ക് സാധിക്കില്ല എന്ന് അംബേദ്കറാണ് പറഞ്ഞത്, ബിനോയ് നായർ അല്ല. നിങ്ങൾ മനസ്സിലാവും. ബിനോയ് നായരെ തെറി വിളിക്കാൻ സംഖ്യയാക്കാം. പക്ഷേ ഇന്ന് അംബേദ്കറെ ദൈവമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ ജിഹാദികളും മതേതര മുസ്ലിമുകളും ഒരിക്കലെങ്കിലും അംബേദ്കറെ സംഖ്യ എന്ന് വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നിങ്ങൾ തന്നെ പറ. ഞാൻ ചോദിക്കുന്ന ന്യായമായ ചോദ്യമല്ലേ? CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ അംബേദ്കറുടെ പടമാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തോ മുസ്ലിമുകളോട് ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു അംബേദ്കർ. അങ്ങനെയാണെങ്കിൽ അംബേദ്കർ ഹിന്ദുമതം വിട്ടുപോയ സമയത്ത് നേരെ ഇസ്ലാമിലേക്ക് പോയാൽ പോരെ. എന്തുകൊണ്ട് പോയില്ല? ഇസ്ലാം എന്താണെന്നുള്ള കാര്യം മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അംബേദ്കർ പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള അത്രയും മുസ്ലിം വിരുദ്ധത അക്കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ആരും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? RSSകാരൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അംബേദ്കർ ദൈവമാണ്. കാരണം എന്താ? കാരണം ഈ ഹിന്ദുക്കളെ തെറി വിളിക്കുക, സനാതന ധർമ്മത്തെ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച്
അവരുടെ വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ടൂളാണ് അവരെ ചേർത്ത് പിടിക്കുക. അതുകൊണ്ടല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എല്ലാം വേദികളിൽ ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു പേരുള്ള ആളുകളെ എന്നെ കുറെ നാൾ പൊക്കിക്കൊണ്ട് നടന്ന, ഞാൻ ഹിന്ദുക്കളെ ചീത്ത വിളിച്ചില്ല, പക്ഷെ ഹിന്ദു മതത്തിനുള്ളിലെ ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. RSS ഞാൻ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ വീഡിയോസ് ഇവർ ഷെയർ ചെയ്യും. കാരണം ഹിന്ദു മതത്തിനുള്ളിൽ നിന്ന് ഹിന്ദു പേരുള്ള ഒരുത്തൻ, അവനെ അത് എത്ര വൃത്തികെട്ടവനായാലും വേണ്ടില്ല, അവരെ ഇവർ ചേർത്ത് പിടിക്കും. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ടൂളാണ്. അതുകൊണ്ട് അംബേദ്കറെ ഉള്ളിൽ ചീത്ത വിളിച്ചുകൊണ്ടും ഇവർ പുറമേക്ക് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. അല്ലെങ്കിൽ അംബേദ്കർ ഇസ്ലാമിനെ പറ്റി എഴുതിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സൽമാൻ റുഷ്ദിയെ ആക്സെപ്റ്റ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ തസ്ലിമ നസ്റിനെ ഇവര് ഇസ്ലാമിന്റെ സുഹൃത്തായിട്ട് ചേർത്താൽ പോലും അംബേദ്കറിനെ ഇവർക്ക് ചേർക്കാൻ സാധിക്കില്ല. അത്രമാത്രം ഇസ്ലാമിനെ വിമർശിച്ച് എഴുതിയിട്ടുള്ള ആളാണ് അംബേദ്കർ. ഇതൊക്കെ പോട്ടെ, കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറയണമെന്ന് കരുതിയതാണ്, ഞാൻ ഇവിടെ എഴുതി വെച്ചതുമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയി. കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു സത്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ വെരിഫൈ ചെയ്യാം കേട്ടോ. സ്വാതന്ത്ര്യത്തിന് വെറും 1 വർഷം മുമ്പ് 1946 അംബേദ്കർ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വിസ്കൗണ്ട് വെയ്വലിനെ നേരിട്ട് കാണുന്നു, സന്ദർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിൽ അംബേദ്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തെ എതിർക്കുന്നു. 1946 നടന്ന സംഭവമാണ്. മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം ഒരു ഡിസാസ്റ്റർ, ഒരു വിനാശകാരിയായ തീരുമാനമായിരിക്കുമെന്ന് അംബേദ്കർ പറഞ്ഞത് അന്നത്തെ ആ മീറ്റിംഗ് മിനിറ്റ്സിലുണ്ട്. ഏപ്രിൽ 5, 1946 ഈ വെയ്വലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച. നോക്കൂ, ബ്രിട്ടന്റെ വൈസ്രോയിയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ച ഉടനെ അതിനെതിരെ പാരവയ്ക്കാനായിട്ട് കണ്ട ആളാണ് അംബേദ്കർ. എന്നിട്ട് അവിടെ പോയി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള തീരുമാനം മണ്ടത്തരമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞ് ഉപദേശിച്ച ആളാണ് അംബേദ്കർ. വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അതാണല്ലോ ജോലി, അല്ലെ? ബ്രിട്ടന്റെ നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുക, ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ പറയുന്നതൊക്കെ നുണയാണോ? എന്നെ ദളിത് വിരോധി, മൂരാച്ചി നായർ, ഷൂനക്കി നായർ എന്നൊക്കെ തെറി വിളിക്കാൻ. പക്ഷേ അംബേദ്കറെ ബിംബവൽക്കരിക്കുന്നതിനോട് എനിക്ക് ശക്തമായ എതിർപ്പുണ്ട്. അംബേദ്കറെ എന്നല്ല ഒരു മനുഷ്യനെ ദൈവമാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മനുഷ്യ ദൈവങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗാന്ധിജിയുടെ കുറവുകൾ പറയാമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ കുറവുകൾ വിളിച്ചു പറയാമെങ്കിൽ, മദർ തെരേസയെ നിങ്ങൾക്ക് വിമർശനാത്മകമായിട്ട് സമീപിക്കാമെങ്കിൽ, ശ്രീരാമനെ നിങ്ങൾക്ക് സംഖ്യയാക്കാമെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അച്ഛനെയും അമ്മയും പരസ്യമായിട്ട് നിങ്ങൾക്ക് തെരുവിലിരുന്ന് ആക്ഷേപിക്കാമെങ്കിൽ, അംബേദ്കറിനോ മുഹമ്മദ് നബിക്കോ ഒന്നും ഈ സ്വർണ്ണ കിരീടം വെച്ചു കൊടുത്തിട്ട് വിശുദ്ധ ബിംബമാക്കേണ്ട ഒരു കാര്യമില്ല. ഇവരെല്ലാം വിമർശിക്കുന്നതിൽ വസ്തുതാപരമായിരിക്കണം. നുണ പറഞ്ഞ് വിമർശിക്കരുത്. വസ്തുതാപരമായിട്ട് അംബേദ്കറെ വിമർശിക്കാം, മുഹമ്മദ് നബിയെ വിമർശിക്കാം. അങ്ങനെ തൊട്ടുകൂടായ്മ വിശുദ്ധ പശുക്കളല്ല ഇവരാരും. അങ്ങനെ ഇവരെ ഒന്നും വിമർശിക്കരുത് എന്ന് പറയുന്നവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് വോട്ട് വേണം, അധികാരം വേണം, പണം വേണം. അതിനുവേണ്ടി എന്ത് വൃത്തികേട് അവർ ചെയ്യും. അവർ മാത്രമാണ് ഇവരെ വിമർശിക്കരുത്, ഇവരെല്ലാം വിശുദ്ധ ബിംബങ്ങളാണെന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി ഇക്കോസിസ്റ്റത്തിനെ പൊക്കിയടിച്ചാൽ കിട്ടുന്ന ഒരു മതേതര പട്ടമുണ്ട്, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർ. അങ്ങനെയാണല്ലോ ഇസ്ലാം. ഈ ഹമാസ് ചെന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അവിടെ വെറുതെ കിടന്നിരുന്ന മനുഷ്യരെ ഒരു പ്രകോപനം ഇല്ലാതെ പോയി ആക്രമിച്ച് കൊന്നുകളയുന്നു. പക്ഷേ ഇസ്രായേൽ വംശഹത്യക്കാരും ഹമാസ് നന്മയുള്ള മനുഷ്യരുമാണ്. അങ്ങനെ ഹമാസിനെ പൊക്കിയടിക്കുന്ന ആളുകളും നന്മയുള്ള മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനെയല്ല, നന്മയുള്ള മനുഷ്യർ എന്ന് പറയുന്ന ആ പുകഴ്ത്തലിൽ അഭിരമിക്കുന്നവരാണ് ഇങ്ങനെ മനസാക്ഷിയെ വഞ്ചിച്ച് ഇതിനെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവര്. ഞാനും ഇന്നലെ വരെ അങ്ങനെയായിരുന്നു കേട്ടോ. സ്വയം വിമർശനാത്മകമായിട്ടാണ് ഞാൻ പറയുന്നത്. അതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് ഒരു പച്ച മനുഷ്യനാവാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ വ്യാജ പ്രശംസ കേട്ട് എനിക്ക് മതിയായി. ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കാനാണ് എന്റെ തീരുമാനം. സത്യമായിട്ട് ഞാൻ വിളിച്ചു. അവസാനം ഒരു കാര്യം കൂടെ പറയട്ടെ. വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. ഇനി അതല്ല, ഞാൻ പറഞ്ഞത് നുണയാണെന്ന് അഭിപ്രായമുള്ളവരെ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. രേഖകൾ വെച്ച് നിങ്ങൾ എന്നെ ഖണ്ഡിക്കൂ. അതിന് അവർക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ഈ ശ്യാംകുമാറും മാളവിക ബിന്നിയൊക്കെ വന്നിരുന്ന് പറയുന്നത് പോലെ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്നുള്ളതൊന്നും എന്റെ പ്രശ്നമല്ല. നിങ്ങൾ അംബേദ്കറെ ജിഹാദി, ഇടത് ജിഹാദി കണ്ണട വച്ചിട്ട് വായിച്ചോളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ അംബേദ്കറെ ഇപ്പൊ പറഞ്ഞതുപോലെ തലയ്ക്ക് വെളിവുള്ള മനുഷ്യരുടെ രീതിയിലായിരിക്കും വായിക്കുന്നത്. അത് എന്റെ സ്വാതന്ത്ര്യമാണ്. ഇന്നത്തെ കാലത്ത് ആരും വിളിച്ചു പറയാൻ മടിക്കുന്ന ഇതുപോലെയുള്ള സത്യങ്ങൾ തുടർന്നും നമ്മുടെ ചാനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ദയവായി അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ആരും പറയാത്ത ഇങ്ങനെയുള്ള വസ്തുതകളും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരറിയട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ജയ് ഹിന്ദ്.